ഗൈസ് നോക്കൂ, അങ്ങനെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം നമ്മൾ അങ്ങനെ മൈസൂർ പോവുകയാണ്. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ മൈസൂർ പോകുന്ന വഴിക്കാണ് അല്ലേ ലിബിൻ? മൈസൂർ പോകുന്ന വഴിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി തണുപ്പെന്ന് വെച്ചാൽ അടിപൊളി ഗൈസ് നോക്കൂ, ലിബിൻ പറഞ്ഞു വളരെ ശരിയാണ്. രാവിലെ തന്നെ അതിമനോഹരമായ തണുപ്പെന്ന് വെച്ചാൽ യെസ്, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല സൂപ്പർ ആണ്. ലിബിൻ നല്ല തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ഡൗട്ടാണ് ഇവർക്ക്. ഗൈസ് നോക്കൂ, അതായത് ലിബിൻ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങളിപ്പോൾ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വീരാജിപ്പേട്ടയിൽ നിന്ന് മൈസൂർ പോകുന്ന റൂട്ടാണ്. കിടിലൻ സ്ഥലം, ഫുൾ കൃഷികളാണ് ഇവിടെ, വാഴക്കൃഷി. ഇവിടെ പിന്നെ എന്തോ കൃഷി കഴിഞ്ഞിട്ട് അത് ഉഴുതു അങ്ങനെയുള്ള പരിപാടി. അവിടെ ഗ്രാമങ്ങൾ തൊട്ടിവിടെ സൺറൈസ് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. അതായത് സൂര്യൻ മേലേക്ക് ഉയരാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യൻ പൊങ്ങുന്നതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, പക്ഷേ ഉറക്കം വന്നു, വണ്ടി നിർത്തി അങ്ങ് ഉറങ്ങി. കുറച്ച് നേരം ഞാൻ ഇച്ചിരി നേരം ഉറങ്ങി, എന്നിട്ടാണ് വണ്ടി എടുത്താക്കുന്നത്. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ ചെറുക്കനോട് റെഡിയാണ്. നമുക്ക് ഇവനെ കൊണ്ട് നേരെ മൈസൂർ പോകാം. ഇത് നമ്മുടെ പുത്രൻ്റെ പുതിയ കലാവിരുന്നാണ്. അതായത് പുൽക്കൂടിൻ്റെ അടുത്ത ചെളി കൊണ്ട് വണ്ടിയുടെ ഇവിടെ ചെളി തൂത്ത് വെച്ചേക്കുവാണ്. എണീറ്റോ എന്ന് ചോദിച്ചാൽ എണീറ്റോ, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. അഭിരാമിയുണ്ട്, മമ്മിയുണ്ട്, വണ്ടി ഗൈസ്. അതായത് അഭിരാമിയുണ്ട്, അമ്മയുണ്ട്, അഭിരാമിയുണ്ട്, മൈക്കിളുണ്ട്. അപ്പം എല്ലാം നേരത്തെ ആക്കാൻ വേണ്ടി 2:30 ആകുമ്പോൾ അവിടെ നേരിട്ടു. പക്ഷെ എന്താ സംഭവം, ചുരത്തിന്ന് ഭയങ്കര ബസ് വന്നാണ്, ഡിലേ, അങ്ങനെ എല്ലാവർക്കും ഉറക്കം പിടിച്ചു. യെസ് ഗൈസ് നോക്കൂ, ദാറ്റ് ഇസ് വെരി കറക്റ്റ്. അപ്പം നമുക്ക് നേരെ മൈസൂർ വെച്ച് പിടിക്കാം. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ നടുവ് പിടിച്ചിടുന്നൊരു ആളെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. KP നഗറോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. യെസ്, എന്തായാലും സൂര്യനോട് ഉയർന്നു. നമുക്ക് ഈ റൂട്ടിൽ കൂടിയാണ് നേരെ പോകേണ്ടത്. എല്ലാവരും വണ്ടിയെ കയറി, ഞാനും നേരെ വണ്ടിയെ കയറാൻ വേണ്ടി പോവാണ്. അതായത് അപ്രോക്സിമേറ്റ് ഇന്ന് നമുക്കൊരു കിലോമീറ്റർ മൊത്തം ഓടേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ ഓടാണ്. 210 കിലോമീറ്റർ വീട്ടിൽ ഓടേണ്ടി വരും. എത്ര? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഗൈസ് ടെമ്പെല്ലാം ശരിയാക്കി ഇട്ടോ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. 105 കിലോമീറ്റർ ആണോ? ഒരു സൈഡാ? അപ്പൊ 2 മൈസൂർ എത്തിയിട്ട് KP എന്ന് പറയാം. എവിടെയായിരുന്നു അവരാമി? KR നഗർ. പോകുന്ന ആളുടെ പേരെന്നാ എന്നായിരുന്നു ഏകദേശം? പുള്ളി എന്തായാലും കാണാൻ പോകുന്നൊന്നുമില്ല. എന്തായിരുന്നു പേര്? അങ്ങനെ പറഞ്ഞൊരു പേരാണ്. എന്തായാലും അവിടെ പ്രതീക്ഷയായിട്ടും പോയിട്ട് അവിടെ റെഡി ആയിട്ടുള്ള അല്ലേ? എന്തായാലും നമുക്ക് നേരെ ലൊക്കേഷൻ ഇടുന്നു. നെറ്റൊന്നും കിട്ടുന്നില്ല കേട്ടോ, നേരെ പോകണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ അമ്മോ, രാവിലെ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇരിട്ടി ഭാഗത്തോട്ട് പോയ വണ്ടികൾ എൻ്റെ കിളി വരച്ച്. ആൾക്കാരുണ്ടോ അവര്? അയ്യോ, എന്തൊരു വണ്ടിയാടാ. 6 മണി 35 വണ്ടി നമ്മൾ കേറുമ്പോണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പേ പോയത് എത്ര വണ്ടി ഉണ്ടായിരിക്കും? ഏകദേശം അത്ര വണ്ടി ഉണ്ടാവും. അതിനിടയ്ക്കാണ് ലോറി ചാവുകയും ചെയ്യും അവിടെ. ഒരു 4 ടാറ്റയുടെ പിന്നെ പ്രൈമ, ഒരു സിഗ്ന, 3 പ്രൈമ. അതായത് പിന്നെ എന്നാ പറയാ, മൊത്തത്തിൽ ബഗ്മാഷ്, അതായത് കഥം, അതായത് ട്രെയിലർ അങ്ങനെ ചത്താക്കുന്നേ. മൊത്തം റേഡിയേറ്ററൊക്കെ പൊട്ടില്ല കൂടുതലും കണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഏരിയയിൽ കണ്ടമാനം, നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഏരിയയിൽ കണ്ടമാനം പുകയില ഉൽപ്പന്നം, അതായത് കൃഷിയുണ്ട്. അതായത് പുകയില ലീഫ് അല്ലേ? ഇവനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ലീഫ് ഇവിടുത്തെ കയറി പോകുന്നത് ടൊബാക്കോ ലീഫ് അല്ലേ? ഇതിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. ഗൈസ് അങ്ങനെ അന്വേഷിച്ച് അവസാനം മനസ്സിലായി അത് നടക്കൂല. രാവിലെ തന്നെ നല്ലൊരു മയില് പോകുന്ന വഴിക്ക് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിർത്തി കേട്ടോ. നോക്കിയേ, എന്തൊരു സൗന്ദര്യം. ഞങ്ങൾ ആ മയിലിനെ കണ്ടിട്ട് നിർത്തി കേട്ടോ. എന്ത് രസമെന്ന് അറിയാൻ കാണാൻ വേണ്ടി. ഈ സമയത്ത് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഫീലിങ് അതൊരൊന്നൊന്നര ഫീലിംഗ് ആട്ടോ. നല്ല മഞ്ഞും കിടിലം ഗോൾഡൻ കളറിലുള്ള ആ ഒരു സൂര്യരശ്മിയും ഈ ഒരു തണുത്ത കാലാവസ്ഥയും അടിപൊളി. ഒരു 3 മണിയൊക്കെ വരാൻ നേരത്താണ് മൃഗങ്ങളെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അത് കഴിഞ്ഞു. ഇവിടെ ആരെ കാണാൻ? ഇന്നലെ വരുന്ന വഴിക്ക് മാനുണ്ടായിരുന്നു കേട്ടോ. നീ പറഞ്ഞ സ്ഥലം കഴിഞ്ഞാലേ ഇവനെ. അല്ല, ഇവിടെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ഇറങ്ങുന്ന 55 കിലോമീറ്റർ. ഇവനെ ഇതും കാടാ. ഇവനെ നീ അപ്പുറം കണ്ടില്ലേ? അവൻ പറഞ്ഞ കറക്റ്റ് ആട്ടോ. അതായത് ഇനിയും വെറും 54 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് മൈസൂർക്ക്. നമ്മുടെ എൻഡോറിലേ ഇത്ര മൈലേജ് കിട്ടുന്നതിന് ഭയങ്കര സന്തോഷമാണ്. ഇത്ര നാളും നമ്മൾ പറയാം എൻഡോർ എടുക്കണ്ട, അതിന് മൈലേജ് കുറവായിരിക്കും, മറ്റു വണ്ടി എടുക്കാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ നേരെ തലതിരിഞ്ഞ ലോക്കൽ ഓട്ടത്തിന് വേണം നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്. നല്ല മൈലേജ് അതുകൊണ്ട് ഇതങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഏതാണ്ട്
13 അടുത്ത് കിട്ടി കേട്ടോ. ഇവള് അഭിരാമി ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇത് ഞാൻ ഓടിക്കുന്നത് കൂടുതൽ ഇപ്പം 12.7 ഞാൻ ഓടിക്കുന്നത് കൂടുതൽ മൈലേജ് ഈ സാധനം ആരും ഓടിക്കാതിരിക്കുവാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. കാര്യം വീട്ടിൽ കിടന്നല്ലോ വീട്ടിലിരുന്നല്ലേ. ഈ സമയത്ത് കൊണ്ടാട്ടോ അങ്ങനെ വലിയ തിരക്കോ വലിയ തിരക്കില്ല, വലിയ തിരക്കില്ല കേട്ടോ. 8:30-9 മണിയാകുമ്പോ ഇങ്ങോട്ട് വരണം. അപ്പം ബ്ലോക്ക് അങ്ങോട്ട് കാണും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്കശാത്തം വലിച്ചതാ ലിവിങ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടികളൊക്കെ ഇതിലെ ഓടിച്ചോണ്ട് വന്നത് ഞാൻ ചവിട്ടി പിടിച്ചു പോയി. ഇവനെ ഓടിക്കുന്ന ഇഷ്ടനെയൊക്കെ വരച്ച് ഇവനും കൂടുതൽ പോന്നു. ഇവനെ മനസ്സിലായി ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. വേറൊരു സംഭവം ഞാൻ പറയട്ടെ, ഈ സമയം ആയതുകൊണ്ട് ഇത്ര തിരക്കില്ലാതെ അല്ല നല്ല തിരക്കായിരിക്കും. ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികളുണ്ടോ നമ്മുടെ ഇവിടുന്ന്, അതായത് കർണാടകത്തിൽ നിന്ന് പോകുന്ന. കഴിഞ്ഞ ദിവസം ഞാൻ ലിവിന് അല്ല ഇന്നലെ ഞാൻ ലിവിനും കണ്ട് ലോറിക്കകത്ത് ഇരിട്ടി റെസ്റ്റോറന്റ്. അപ്പൊ നയാരെ കയറാട്ടാ. എണ്ണ അടിക്കണമായിരുന്നു, ബാത്റൂമിൽ ഒന്ന് പോണായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് കല വരുന്ന. ആദ്യം ഒരാൾ പോയിട്ട് ഇതൊക്കെ നടക്കുമെന്ന് നോക്ക്. നല്ല ബാത്റൂം തന്നെ പോക്കോ. അന്ന് നമ്മൾ പോയതാ. നയാര അല്ല, ഒന്നും നോക്കാനില്ല, ക്ലീനസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഇത് 24 അല്ല, ബാത്റൂം പൂട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ലിവിന്റെ മുഖത്ത് എങ്ങനെ ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം കേട്ടോ. കക്കൂസി പോയിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല രണ്ടിലും. നല്ല വൃത്തിയാ. കൊള്ളൂലടാ, ഒട്ടും കൊള്ളൂല. ഫസ്റ്റ് പരിപാടി പോലെട്ടാ, കൊള്ളൂലോടാ. ഇനി അവിടെ അങ്ങ് പോകുന്നതായിരിക്കും. ഒരു ഇന്ത്യൻ ഓയിൽ ഉണ്ട് ഇവനെ ഈ വരുന്ന വഴിക്കാൻ, ഓർമ്മയില്ലേ? ഇത് പുതിയ പമ്പ് വന്നാ. പക്ഷേ ഇത് പുതിയ നയാര. സാധാരണ നയാരയുടെ ബാത്റൂം എല്ലാം നല്ല. ഇപ്പൊ ചില പമ്പുകളാണ് വിഷയം. തല്ലിപ്പൊളി. ഏറ്റവും നല്ല ബാത്റൂം, ഏറ്റവും നല്ല സാധനം റിലയൻസിന്റെയാണ്. അത് കുറവാണ്. അത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പോകാൻ നേരത്ത് ഭയങ്കര മോശമല്ലായിരുന്നോടാ. അതെ, ഡൽഹിയിൽ ഈ പ്രാവശ്യം വരുന്നത് ഇവന് ആൾക്കാർ കൂടുമ്പോ ഇത് മോശമായിക്കൊണ്ടല്ലേ വരുക. മറ്റേന്ന് വെച്ചാൽ എണ്ണയ്ക്ക് പൈസ റിലയൻസിൽ ആരും കയറൂലായിരുന്നല്ലോ. ഇപ്പൊ 1 രൂപ കുറവാ. അപ്പൊ എല്ലാരും കയറുന്നുണ്ട്. ഗൈസ്, ഇത്ര നേരം വരെ നല്ല റോഡല്ലായിരുന്നോ? ഇതൊക്കെ തന്നെയായിരുന്നു വരുമ്പോൾ ഉള്ള അവസ്ഥ. ഭയങ്കര തല്ലിപ്പൊളി റോഡായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പോയാലും ഭയങ്കര മോശം കേട്ടോ, മൊത്തത്തിൽ റോഡ്. ഇനി ഇതെല്ലാം കൂടെ എന്ന് റെഡിയാവുന്ന അറിയില്ല. ആരോ പറയുന്നത് കേട്ടു, ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ട് വരെ വലിയ വീതിയിലുള്ള റോഡ് വരും. അല്ല, റോഡിന്റെ നടുക്കുന്ന് 38 മീറ്റർ, 30 മീറ്റർ. അപ്പൊ 2 സ്ഥലങ്ങൾ കൂടി 60 മീറ്റർ. അപ്പൊ 4 വരി ആയില്ലേ? 4 വരിയായോ? 4 വരിയായി. അപ്പൊ എന്തോ വലിയ റോഡ് വരാൻ വേണ്ടി പോവുകയാണെന്നാണ് ഞങ്ങളുടെ ചായക്കട ചെയ്ത. നമ്മള് ഭയങ്കര സുഖമായിരിക്കും. എയർപോർട്ട് ടു എയർപോർട്ട് കണക്ഷനും വരും ഇവിടെ. പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നുന്നത് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മുടെ ആ മറ്റേ ചുരമൊക്കെ റെഡിയാക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. കാരണം കണ്ടമാനം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങളവിടെ ചായക്കടയിൽ കയറിയപ്പോൾ അവിടുത്തെ ചായക്കടക്കാരൻ ഞങ്ങൾ പറഞ്ഞ സംഭവം, ഇതിലും ഭേദം അപ്പുറത്തെ ട്രാക്ക് അതിലേ കയറാം കേട്ടോ. അത് അതിലും വലിയ കുരിശായല്ലോ. തിരിച്ചപ്പുറത്തോട്ട് തന്നെ പോകട്ടോ. ഞാൻ പറയുന്ന ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച, അക്കരെ കാണുമ്പോൾ ഇക്കരെ പച്ച. ഇങ്ങനൊന്നും ചെയ്യലടാ ഒരുത്തനും, അല്ലേ? അതിപ്പോൾ മനസ്സിലായില്ലേ, ഇക്കരെയാണ് പച്ച എന്നുള്ളത്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ റൂട്ട് നേരെ ചെല്ലുന്ന മംഗലാപുരം റൂട്ടാണ്. ഇത് മംഗലാപുരം റൂട്ടാണ്. ഈ റൂട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ റോഡാണ് നമ്മുടെ ആ റോഡായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വണ്ടി ഉണ്ടോ? ഇനിയിപ്പോ അങ്ങോട്ട് നല്ല റോഡാണ്. നല്ല റോഡ് എന്ന് വെച്ചാൽ നല്ല റോഡാണ്. ഇനി മൈസൂർ എത്തിയിട്ട് തിരിച്ചു നോക്കിയാൽ മതി. അല്ല, നമ്മൾ വരുന്ന വഴിക്കേ ഒന്നേ ഹമ്പ് അല്ലെ കട്ട് റോഡ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഈ റോഡിലും കുറച്ച് ഹമ്പുണ്ട്. സൂക്ഷിച്ച് വേണം ഓടിക്കാനില്ല, വണ്ടി എടുത്ത് ചാടും. വളരെ ശ്രദ്ധിക്കണം. രാവിലെ ആൾക്കാർ ജോലിക്ക് പോകുന്ന തിരക്കാട്ടോ. സത്യം പറഞ്ഞാൽ പുറത്ത് 17 ഡിഗ്രി തണുപ്പാണ്. 17 അത്യാവശ്യം തണുപ്പുണ്ട്. 17 എന്ന് പറയുമ്പോൾ നമ്മുടെ AC ഒക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന ആ ഒരു ടെമ്പറേച്ചറാണ്. പിന്നെ ആ ഒരു എന്നാ പറയുക, ആ ഒരു സംഭവം ശരിക്കും ഫീലും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ തണുപ്പ് ശരിക്കും പുറത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്ലൈമറ്റും ഫോഗിയായ കാലാവസ്ഥ എല്ലാം കൂടി സൂപ്പറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര വളരെ സെറ്റപ്പ് ആയിരിക്കുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. സാധാരണ അല്ലേ? പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ സാധാരണ ഈ റൂട്ടിലൊക്കെ വിട്ടടിച്ച് പോലെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ റൂട്ടിനകത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? നമ്മളെ വെച്ചങ്ങ് അടിക്കും. നമ്മൾ എത്തുമ്പോൾ മാത്രമേ നോക്കുള്ളൂ. അതായത് സ്വന്തം അടുത്തുള്ള സ്ഥലം ആരും കാണാൻ വേണ്ടി പോകാൻ പറ്റും. കൂർഗ് എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് കാണുന്ന, നമ്മൾ മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കൂർഗ്. എന്തോ ഒരു ദിവസത്തേക്ക്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഇത് കണ്ടോ, ഹമ്പ് വരും. ഇതേ കിടക്കുന്നു. ഹമ്പ് വരുമ്പോൾ പലതും ചാടിപ്പോവും. ഇതേപോലെ തന്നെയാണ് ആ ഫ്രണ്ടിലെ വണ്ടിയുടെ ഒക്കെ വിഷയം. വലിയ ഹമ്പ്, അത് കഴിഞ്ഞ് ചെറിയ ഹമ്പ്. ഇത് ചാടിക്കഴിഞ്ഞാണ്ടല്ലോ കുട്ടാന്ന് പറയും.
ഇങ്ങനെ കിടന്ന് വണ്ടി വിറയ്ക്കും. പിന്നെ രാത്രി വണ്ടി ഓടിക്കില്ല പറ്റൂല. എവിടെ ഹമ്പെന്നൊന്നും കാണാൻ ഒരു സിഗ്നൽ ഒരു സാധനമില്ല. വണ്ടി വന്ന് നേരെ അടിച്ചു കയറുള്ളൂ അല്ലേ? പിന്നെ ബസ് നമ്മുടെ വലിയ വണ്ടികളൊന്നും വിഷയമില്ലടാ. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട് ഇങ്ങനെ മൂക്ക് കുത്തും. ഫൈനലി ഞങ്ങളൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ചേട്ടാ. ഇനി ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയി ബാത്റൂം നോക്കും നല്ലതാണെന്ന്. എങ്കിൽ മാത്രമേ നമ്മൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ എണ്ണ അടിക്കുന്നത്. മലയാളീസ് അല്ലായി ബാത്റൂം നല്ലതാണല്ലോ എണ്ണ അടിക്കുള്ളൂ. ഇപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ബാത്റൂം നല്ലതാണെന്ന് നോക്കിയിട്ട് മാത്രമേ എണ്ണ അടിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഉള്ളവർ എന്ത് കംപ്ലൈൻറ്റോ എന്ത് കേട്ടോ ഒരു കാര്യം ഒരു വൃത്തിയാക്കത്തില്ല. ലാസ്റ്റ് കസ്റ്റമേഴ്സ് എണ്ണ അടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഒരു ബാത്റൂം വൃത്തിയാക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഒരുപെട്ട എല്ലായിടത്തും ഇപ്പം ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ആൾക്കാരെല്ലാം നോക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ ഭാര്യ അഭിരാമി വണ്ടി എടുക്കുന്നുണ്ട്. ഈ കൊല്ലം വണ്ടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എടി ഒന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് അവിടെ ഇടറി. വണ്ടി അതിൻ്റെ വാ കുഴപ്പമില്ല വാ. അവിടെ പെട്രോൾ എവിടെ അടിക്കാൻ പറ്റില്ല, അവിടെ എവിടെയും അടിക്കണം. ഫ്രണ്ടിൽ പോകണം, ഏറ്റവും ഫ്രണ്ടിൽ പോകണം. ആ ഗൈസ് അതാണ് സംഭവം കേട്ടോ. അപ്പം നമുക്ക് എണ്ണ ഫുൾ ടാങ്ക് അടിക്കാം. കാരണം നമ്മുടെ കേരളവും കർണാടകയായിട്ട് എത്രയോ രൂപയുടെ വ്യത്യാസമുണ്ട്. അത് എത്രയാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നു. 2 കൊല്ലം വരെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. 8 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പം മാറി അല്ലേ? ഇപ്പം 3-4 രൂപയുടെ വ്യത്യാസമുള്ളൂ. ഗൈസ് അപ്പോൾ ആ വ്യത്യാസം നമുക്ക് പിന്നെ ഇവിടുന്ന് മുതലാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. എപ്പോൾ നമ്മൾ കർണാടക ഫുൾ ടാങ്ക് എണ്ണ അടിച്ചോണം. എടാ ആ സൂര്യൻ എവിടെ പോയടാ? ഇന്നൊരുമായി ഫോഗി ആൻഡ് എനിക്ക് തോന്നുന്നൊരു മിസ്റ്റി കാലാവസ്ഥ കേട്ടോ. ഗൈസ് സത്യം പറയാലോ യൂറോപ്പിൽ പോകാൻ കൊതിയാവുന്നു വണ്ടിയുടെ അടുത്തോട്ട്. എന്ത് ചെയ്യാനാ? ഇതിപ്പോ പറ്റിയതായിരുന്നെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്ത് ഞങ്ങൾ തന്നെ മടുത്തു അല്ലേ? ഞങ്ങൾ തോറ്റു കൊടുക്കൂല. എവിടെയെല്ലാം പോയി കുഞ്ഞിക്കാൻ പറ്റും അവിടെയെല്ലാം കുഞ്ഞിക്കും. എത്ര പൈസയാന്നറിയോ ഈ കേസ് നടത്തി ഞങ്ങളുടെ പോയെ? 1-2 രൂപയൊന്നും അല്ല കേട്ടോ, കണ്ടമാനം പൈസ. അൺലോക്ക് ചെയ്യണമെന്ന് അൺലോക്ക് ചെയ്താ ഫുൾ ടാങ്ക് അടിച്ചാൽ കേട്ടോ. ഫുൾ ടാങ്ക് ഡീസൽ ഗൈസ് നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചാൽ കേട്ടോ. ആരും വന്ന് ദേഹത്ത് കയറിയാലും ക്ഷമിക്കണം ചേട്ടാ. അടിച്ചോ എന്നാണല്ലോ ഇവനെ അത് അടിച്ചിട്ട് അടിച്ചാൽ മതി. അടിച്ചോ മനസ്സിലായില്ല? അത് തന്നെ നമ്മൾ ഏത് രാജ്യത്തല്ലെന്ന് ഞങ്ങൾ ഏത് രാജ്യത്ത് നമ്മൾ ചെല്ലാൻ നേരത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുണ്ട്. അതായത് പരമാവധി ആരുമായിട്ട് മിണ്ടായിരിക്കുക. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയില്ല. അപ്പൊ ഭാഷയുടെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇല വന്ന് മുള്ളി വീണാലും ഇല വീണാലും ആർക്കാ കേട്? നമുക്ക്. പിന്നെ നിങ്ങൾ ആരിലൊക്കെ കംപ്രസർ മേടിക്കണം. ഞങ്ങളൊക്കെ ഇനി ഞങ്ങളുടെ ഗ്യാരേജിലേക്കൊക്കെ കംപ്രസർ മേടിക്കുന്നത് ഈ കമ്പനിയുടെ കേട്ടോ, LG. ഇതാണ് ഏറ്റവും ടോപ്പ് സാധനം. കംപ്ലൈൻ്റ് ഒന്നും ആകത്തില്ല കേട്ടോ. നല്ല സൂപ്പർ സാധനമെന്നാണ് മൊത്തത്തിലുള്ള മേടിക്കുന്ന LG അല്ലേ? LG മേടിച്ച് കഴിഞ്ഞാൽ പേടിക്കണ്ട. യു നോ അണ്ടർസ്റ്റാൻഡ് മീ. ഇത്രയും വലിയ വണ്ടി പുള്ളിക്കാരൻ ആകെ അടിച്ചത് 900 രൂപയുടെ എണ്ണ. അത് മറ്റേ വണ്ടിയാടാ, മറ്റേ വരയിടുന്ന വണ്ടിയാ. അതിൻ്റെ ആവശ്യമുള്ള ഓട്ടോ ഇല്ല, മറ്റേ റോഡിന് വരയിടൂലേ. 0 വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷം, ഒരു തുള്ളിച്ചാട്ടവും അവൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു. അവന് സിനിമയിൽ എടുത്ത പോലെയാ. പറഞ്ഞ അപ്പുറത്തൊന്ന് അടിച്ചാൽ മതി. എല്ലായിടത്തും ഒരേ വില തന്നെയല്ലേ? ഇവനൊരു അണ്ടാവാണെങ്കിലും ഇവനിൽ ഇത്ര എണ്ണ കയറുന്നതിന് എനിക്ക് വിഷമമില്ല. കാരണം അർഹതപ്പെട്ട മൈലേജ് ഇവൻ തരുന്നുണ്ട് കേട്ടോ. 55 ലിറ്റർ 5019 രൂപ. അപ്പം ലിബിനും പുള്ളി അവിടെ കാർഡും സംഭവം പൈസ കൊടുക്കാനായിട്ട് പോയി. നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം കേട്ടോ. രാവിലെ തന്നെ കൊബാൽക്ക് എല്ലാം ഓണായല്ലോ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ പരിപാടിയാണ് ഗൈസ്. ഇതുണ്ടോ ഈ മെയിൻ വഴിക്കൊക്കെ വീതി കൂട്ടും കേട്ടോ. ഈ മെയിൻ വഴികളൊക്കെ വീതി കൂട്ടുവാണ്. എന്താണ് സംഭവം എന്നുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഗൈസ് ഇതേ ഇരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അകത്ത്. അങ്ങനെ പുറത്തിറങ്ങുന്നു. ഈ കാണുന്ന HP പമ്പിന്റെ പുറത്ത് ലിവിനെ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കോട്ടോടാ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് ഉടൻ തന്നെ നമ്മുടെ അങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് റോഡിന്റെ നടുക്കായി. നീ നോക്കണേ ഇവിടെ, കാരണം രണ്ടുപേരും അതുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് കയറി വരും. എടുത്തു എല്ലാരും വണ്ടിയില്ല, പിന്നെ മടുത്ത് വിട്ടു വരുന്ന സമയമായിരിക്കും. എന്നാ സമയം എന്ന് പറയാ, റോഡ് പൊളിഞ്ഞ കാരണമേ ആരും നിർത്തൂല. ഭയങ്കര മോശമാട്ടോ റോഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര മോശമാണ്. നമ്മൾ അവിടുന്ന് ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ വെറുത്തു പോകും. കാരണം വെച്ചാൽ രാവിലെയാണെങ്കിൽ ഫുള്ള് ബസ് ഇറങ്ങുന്ന സമയമാണ്. ഈ ബസ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും ബസ്സിന് നിർത്തി കൊടുത്തേ വരത്തുള്ളൂ. അല്ലാതെ ബസ് എടുക്കുന്ന കൊടുത്ത് നമ്മളെടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവരെടുത്തോണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് മാന്തിയും പിന്നെ ഇതുപോലെ തന്നെ ഇതൊക്കെ കെട്ടിയും പിന്നെ അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിന്റെ പണി സർവീസ് റോഡ് അല്ലല്ലോ ഇവനെ, ഇതിനെ മൊത്തത്തിൽ വീതി കൂട്ടുക. എനിക്ക് തോന്നുന്നു 4 രൂപ തന്നെ അങ്ങനെ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ്. എങ്കിലും ഞങ്ങൾക്കും അറിയാലോ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കേട്ടോ. നമുക്ക് ഫൈനലി അഭിരാമിയാണ് വണ്ടി എടുക്കുന്നത്. ആദ്യമായിട്ടാണല്ലോ അന്യ സംസ്ഥാനത്ത് വണ്ടി ഓടിക്കുന്നത്? അല്ല സംസ്ഥാനത്ത് അഭിരാമി ബസ് ഓടിച്ചിട്ട്. ഓഹോ ശരിയാ കേട്ടോ.
ഇവള് കുറെ സംസാരിച്ചു ഞാൻ നിന്നെ പൊക്കുന്നുണ്ടോ നീ എന്നെ പൊക്കണേ ഗൈസ് ശരിയാട്ടോ ഇവള് കുറെ സംസാരിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട് സോറി തെറ്റിദ്ധരിച്ചു ഞാൻ വിചാരിച്ചു ഇവള് ആദ്യമായിട്ടാ ശരിയാ നമ്മുടെ ബസ്സല്ലേ ശരിയാട്ടോ സംഭവം ശരിയാണ് സൂര്യൻ ഉയർന്നു വരുന്നുണ്ട് ഏകദേശം 8:30 ആയപ്പോഴാണ് സൂര്യന് ഉണരാൻ കണ്ടത് എത്തിയില്ലേ നമ്മള് ഇനിയും വേണോടാ 42 കിലോമീറ്റർ ഇനിയും നമുക്ക് യാത്ര ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മൈസൂർ എത്തത്തുള്ളൂ. നമ്മൾ മൈസൂർ എത്തിയിട്ടില്ല, നമ്മൾ എവിടെയോ എത്തി. അത് സ്ഥലത്തിൻ്റെ പേര് പോലും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ എവിടെയാന്നുള്ളത്. നമ്മൾ പകുതി ഒരു ഭാഗങ്ങൾ എത്തിയിട്ടുള്ളൂ. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി പോവാണ്. ഇനിയും വെറും 4.3 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഏകദേശം നമ്മൾ അടുത്തു. നല്ല കീട്ടിലുള്ള സ്ഥലം കേട്ടോ. എനിക്ക് തോന്നുന്ന സംഭവം അറിയണേ, ഫുള്ള് വയലുള്ള സ്ഥലമായിരുന്നു. നീ എപ്പോ എണീറ്റടാ ലിവിനെ? കണ്ടറിയാൻ ഏറ്റു. ഗൈസ് നമുക്ക് നല്ല കിട്ടിയുള്ള സ്ഥലം. വരുമ്പോ നമുക്ക് ഈ സ്ഥലം ഒന്ന് ഇറങ്ങി കാണണം. ഇപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലോ, കടവ് കിഡിലും സെറ്റപ്പ് പെട്ടാ. കർണാടകയുടെ ഉള്ളിൽ എന്നെ രസം നോക്കിയേ കച്ചി. ഇവിടുന്ന് ആയിരിക്കും നമ്മുടെ നാട്ടിലേക്ക് കച്ചി കയറി വരുന്നത്. എന്തോരം കച്ചി നോക്കി റോളാക്കി വെച്ചേക്കണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 3.700 മീറ്റർ. ഭയങ്കര സ്പീഡാട്ടോ വരുന്ന വണ്ടികളൊക്കെ, ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. ഭയങ്കര റഫ് ആൻഡ് ടഫാ. അതെ അതെ നീ കറക്റ്റ് ആട്ടോ. ഈ റോഡ് ഫുൾ ഹമ്പോട് ഹമ്പ്. പക്ഷെ ഒരു കണക്കിന് നല്ല, ആരും വലിയ സ്പീഡിൽ പോകത്തില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടാ അവരാമി, ഇവിടുന്ന് ഇങ്ങോട്ടാട്ടോ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടാട്ടോ ഇങ്ങോട്ട്. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതാട്ടോ സ്ഥലം. ഇഷ്ടംപോലെ മലയാളികളുണ്ടല്ലോ. ഇതാണ് സംഭവം. ഇവിടെയാണ് ഈ പറഞ്ഞ പിന്നെ പിടിച്ചിടുന്ന സ്ഥലം കേട്ടോ. ഇനി അതും ഇതും ചോദിച്ചാൽ എന്നെ വിളിച്ചാക്കില്ല. ഇതെല്ലാം കാണാൻ കറക്റ്റ് കണ്ടോണേ. നമ്പറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, വർക്കിംഗ് ടൈം ഉണ്ട്, പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. ആവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി. എൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് ആരും വരരുത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ അനുഭവിച്ചോളാം. എനിക്ക് എന്തെങ്കിലും വന്നെങ്കിൽ ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും ഞാൻ റെക്കമെൻഡ് ചെയ്ത് വന്നിട്ട് അത് പോയി ഇത് പോയെന്ന് പറഞ്ഞാക്കില്ലേ. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണം. അവിടെ ചെന്നിട്ട് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒന്ന് നല്ല രീതിയിൽ പാർക്ക് ചെയ്യണം. എൻ്റെ ഭാര്യ പാർക്ക് ചെയ്താണ് ഈ കാണുന്നത്. ഇവിടെ കയറ്റിയാലോ? എവിടെ? തൊട്ടപ്പുറത്ത് കയറ്റാം. അവിടെ ബൈക്കൊക്കെ ഉണ്ടോ? ഇവിടെ സ്കൂളാ കേട്ടോ ഇവനെ, സ്കൂളാ. ഇങ്ങനെ അടുപ്പിച്ചാൽ മതി ഇവനെ. വേണ്ട വേണ്ട, ഞാൻ മര്യാദയ്ക്ക് എത്തോളാം. അപ്പോൾ അവളോട് ഇറങ്ങിയിട്ട് ടോക്കണൊക്കെ എടുക്കാൻ പറ. ലിബിൻ്റെ പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് എനിക്ക് എന്തൊക്കെ എഴുതി തന്നിട്ടുണ്ട്. എനിക്കൊരു ചെറിയ നടുവേദനയുണ്ട്. അപ്പോൾ ആ നടുവേദന മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ അതായത് വലിയ പരിപാടിയൊന്നും പിടിക്കൂല, ചെറിയ ചെറിയ പരിപാടിയില്ലേ? നീ കണ്ടോ? പൊട്ടലും ചീറ്റിലൊക്കെ നമ്മൾ പറഞ്ഞു വിടുക. എന്നാ പറയുന്നത്? പിടിച്ചു വെക്കുന്നൊന്നുമില്ല. അത് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു വിടുക. അത് നല്ല കേസാണ്, സാധനം പിടിച്ചു വെക്കുന്നില്ല. ചെറിയ ഒറിജിനൽ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പുള്ളി കുറെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ സ്ഥലം. ചെറിയ പിടിച്ചിടില്ല, ചെറിയ ചെറിയ പരിപാടികൾക്ക്. വലിയ വലിയ ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അവിടുന്ന് എന്തായാലും കാണിച്ചു. ഇവിടെ പേരെന്നാ? മുഹമ്മദ് എന്തൊരു പേരാ കേട്ടോ. ഇപ്പം നമുക്ക് ഞാൻ എക്സ്റേ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എക്സ്റേ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് പോവാണ്. പുള്ളിയാണ് കൊണ്ടുവന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ആൾക്കാരുണ്ട് കേട്ടോ. കാശ് കൊടുത്താൽ മതി, ബാക്കി എല്ലാവരും തന്നെ ചെയ്തോളൂ. 100 രൂപ കാണാനും 1700 രൂപ പിന്നെ ആയുർവേദ മരുന്നിനും. ഇത്രയാണ് ഫീസ്. ഈ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ ഡിസ്ട്രിക്റ്റ്, CM റോഡ്, KR നഗരോ. ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുമേ. ആണോ? ഇയാളെടുത്താണ് തിരക്ക് ഏറ്റവും കൂടുതൽ. വേറെയുണ്ടോ? വേറെ ഇവിടെ ഇഷ്ടം ഒന്നുകൂടെ കഴിഞ്ഞാൽ അതിൽ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിൽ ഹോട്ടൽ പോലെയാ ഇതാ. നമ്മുടെ നാട്ടിൽ 200 രൂപ എക്സ്ട്രയ്ക്ക്, ഇവിടെ 500 രൂപ. നമുക്ക് നേരെ ഓട്ടോയിൽ കയറി പോകട്ടെ. അതിൻ്റെ ഇടയ്ക്കാണ് എന്നെ വിലങ്ങും ചെയ്തു. കേട്ടോ. എൻ്റെ ദൈവമേ, ഈ മഞ്ഞിക്കിടന്ന് എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെ മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം അല്ലടാ. നമ്മൾ ഈ മഞ്ഞിക്കിടന്ന് കളിച്ചതിൻ്റെ എല്ലാം കിട്ടിത്തുടങ്ങി. അതായത് ഈ മഞ്ഞിനോട് ഈ മഞ്ഞ് കാണാൻ നേരത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടുന്ന് വന്നവരെ നമുക്കൊന്നും ബാധിക്കില്ല. ശരിക്കും സേഫ്റ്റി പ്രിക്കോഷൻമെന്റ് ഇല്ലാതെ മഞ്ഞിനോട് കളിക്കാൻ പോകരുത്. പഴുകി അവിടെ കിടക്കും. ആദ്യത്തെ പണി കിട്ടും. ഈ നിമോണിയ ഒക്കെ ഈ മഞ്ഞില്ലേ, മഞ്ഞ് ഡാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിമോണിയ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരും.
നമ്മളിപ്പോൾ ഏതോ ബസ് സ്റ്റാൻഡിൽ എവിടെയൊക്കെ കർണാടകയുടെ ഏതോ ഭാഗത്തുള്ള നമുക്ക് നേരെ ഇവിടുന്ന് ഇനിയിപ്പം ഇങ്ങോട്ട് വളഞ്ഞ് ആ പുള്ളിയുടെ പിന്നെ ഇത് ശരിക്കും വൈദ്യരാട്ടോ പുള്ളി ഡോക്ടർ നാട്ടുവൈദ്യര്. ആ നാട്ടുവൈദ്യര് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ തോരാളാന്നറിയാമോ, ഇതൊന്നും അല്ലായിരുന്നു പോലും പണ്ട്. ഇപ്പം ആള് കുറഞ്ഞതാന്നാ പറയുന്നത്. ആണോ? പ്രതീക്ഷേട്ടൻ പറഞ്ഞ മുമ്പ് ആളായിരുന്നു, രാവിലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പോലും ആളില്ല. പ്രതീക്ഷേട്ടൻ പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മായിപ്പൻ അങ്ങനെയുള്ള കുറേ ആളുകൾ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടായിരുന്നതാ പറഞ്ഞേ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് നോക്കാം. അതല്ലേ ആള് കൂടിയിടാം, നിമിഷ നേരം കൊണ്ട് ആള് കൂടും, പെട്ടെന്ന് കുറയും. ആണോ? ആ പിന്നെ ആ മറ്റേ വലിയ വലിയ കേസുകൾ പിടിക്കുന്നില്ല പുള്ളിക്കാരൻ. ചെറിയ ചെറിയ ഉളുക്കുമില്ലേ, അങ്ങനത്തെ കേസൊക്കെ പിടിക്കുന്നുള്ളൂ. എൻ്റെ ആണ് കൈയൊന്ന് വിലങ്ങുകയും ചെയ്തു. നേരെ നോക്കി ഓടിക്കില്ല, അതിൽ ഭിത്തി ഇരിക്കുമ്പോൾ പുള്ളി അങ്ങോട്ട് ഒരു വരി തലയും തിരിച്ച് അതിനെ പറയാ ത്രികോണ രീതിയിൽ ഓടിക്കുന്നത്. അവിടെ എവിടെ നിർത്തിട്ട് അതടുത്ത പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടതാ, നാട്ടിന് പോട്ടലായിട്ട് പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിട്ടോ? എത്രയാന്ന് ചോദിച്ചു പുള്ളിയുടെ കേൾക്കാം. രസമാണ്, എല്ലാം രസമാണ്. എത്ര? 50 രൂപ ഭാഗ്യം. ഗൂഗിൾ പേ? ആ ഭാഗ്യം. ഇതാട്ടോ സ്ഥലം, ഇതാ കാണുന്നത്. ഞാനും പോയി കാണിക്കട്ടെ. അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മുട്ടുകാല് വെച്ചിട്ട് കാലിൻ്റെ ഇവിടെ പിടിച്ചൊരു ബെൽറ്റ് ഇട്ടിട്ട് ഒരു ഞെക്കും ഒരു തിരിയും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നടുപ്രശ്നമുള്ളവർക്ക് വെസ്റ എടുക്കണം. പിന്നെ എല്ലാവർക്കും പുള്ളിയുടെ മരുന്ന് തരും. എല്ലാവർക്കും ഒരേ മരുന്ന്, ഒരു വ്യത്യാസമില്ല. എങ്ങനെ? പക്ഷെ കുറേ ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട്. അവിടെ ഫുള്ളിരിക്കുന്ന മലയാളികൾ ഇപ്പം തന്നെ ഒരു 50 പേരുണ്ടാവും. 50 മലയാളികളാണ്. നമ്മൾ രാവിലെ സംഭവം എന്ന് പറയാം, ഇതിന്ന് ഒരു 10 പേരിൽ 5 പേർക്ക് റിസൾട്ട് ഉണ്ടാവും, 5 പേർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ദൈവത്തിന് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഫുള്ള് മലയാളികളാണ്. പക്ഷേ വലിയ തിരുമ്മ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഇതാക്കുക, ജസ്റ്റ് കൈയിട്ട് ഓടിക്കുക, താക്കോൽ തുറന്ന് വണ്ടിക്കുള്ളിൽ കയറാം. നമുക്ക് എത്രയും പെട്ടെന്ന് പോകാൻ. വിശക്കുന്നു എൻ്റെ പൊന്നെ. എല്ലാവർക്കും ഒരേ പ്രൊസീജിയർ. ബാ കയറ്, ബാ കയറ്, നീ ഫ്രണ്ടിൽ കയറ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നേരെ വിടാം. ഇനി ഇവരെ കുഴമ്പനാണ്. എനിക്കൊരു ചെറിയ റിലീഫ് ഉണ്ട് കേട്ടോ. എൻ്റെ നടുവേദന പോയി. പക്ഷെ ആ വലിയില്ലേ, അത് അത്ര ശക്തമായ വലിയൊന്നുമല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വേറൊരു മാഷുണ്ടേ, ഇവിടെ തിരുമ്പ സൂപ്പർ തിരുമ. നമ്മുടെ അവിടുത്തെ അല്ലേ? ഇവിടെ നന്നായിട്ട് തിരുമ്മിട്ട്. എനിക്ക് ഇതിനേക്കാളും തോന്നിയത് നമ്മുടെ അവിടുത്തെ മാഷിന്റെയാ. എല്ലാവരും പറയുന്നുണ്ടല്ലോടാ. നമ്മളെന്തായാലും നമ്മളായിട്ട് ഇനിയിപ്പം അതിലൊരു വിട്ടുവീഴ്ച വരുത്തുന്നുണ്ടോന്ന് വിചാരിച്ചാൽ നമ്മളൊന്ന് വന്ന് നോക്കിയാ. നമ്മൾ കുഴമ്പ് നോക്കാലോ, കുഴമ്പിനാണ് പവർ കൊടുത്തെന്ന് നോക്കാലോ. മൊത്തം മലയാളീസ് ഇവിടെ ഉള്ളവര് കുറവാ, ഇഷ്ടം പോലെ. എത്രയടി ചാർജ്? എത്രയടി അഭിരാമി? 50 രൂപ ടാസ്കിന്, പിന്നെ 350 രൂപ പിടിച്ചിരുന്നേന്, അതെനിക്ക് 350 രൂപ അല്ലേ മരുന്നിന്. മിണ്ടരുത്. 1700 അതിൽ 350 രൂപ ഇവിടെ പിടിച്ചിട്ടേനും ബാക്കിയുള്ളത് മരുന്നിന് കൂടി കൂട്ടിക്കോ. കൊച്ചിന്റെ വീഡിയോ എടുക്കുന്ന കൊച്ചിന് ഒട്ടും ഒരാൾക്ക് അല്ല 350 രൂപ. എനിക്ക് 450 രൂപയില്ലേ 100 ഫീസും 50 രൂപ ഫീസും 400 രൂപ എനിക്ക് മരുന്നിന്. അല്ല പിടിച്ചിരുന്ന 1700 100 മറ്റേ ഇതിനും 1800. അപ്പോൾ 1750 രൂപ. കൊള്ളാം, പരിപാടി കൊള്ളാം കേട്ടോ. എന്തായാലും നമ്മൾ ചെയ്തു. പിന്നെ എന്നോട് പ്രതീക്ഷേട്ടൻ പറഞ്ഞത് ഒരിക്കലും മരുന്ന് മേടിച്ചേക്കലാണ്, പക്ഷേ തേച്ചിട്ട് ഇനിയും കുറഞ്ഞാലോ, അതിലൊരു ഇത് വരുത്തണ്ട. നമുക്ക് 2 പേർക്ക് ഒരേ മരുന്ന്, ഞങ്ങൾ ഒന്നും മതി, ഇത് തീർന്നിട്ട് വരാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തല്ലേ അല്ലേ? കുഴപ്പമൊന്നുമില്ലടി, അങ്ങനെ വലിയ ഇതായിട്ടും തോന്നുന്നില്ല. പുള്ളി റിസ്ക് ഒന്നും പിടിക്കുന്നില്ല, ഒടിഞ്ഞൊന്നും വെച്ച് കെട്ടി കൊടുക്കാമെന്നും പറഞ്ഞില്ല. എന്തായാലും നമുക്ക് നേരെ ഇതാണ് സ്ഥലം. എടി സ്ഥലത്തിന്റെ പേരിന് അവരാമി KR നഗർ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെയാണ് ഈ സംഭവം. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. പുള്ളിക്കാരൻ വായുഗുളിയും മേടിക്കാൻ പോവാം. പോട്ടെ. പുള്ളിക്കാരൻ കണ്ട ബൈക്കിന്റെ ഫ്രണ്ടിൽ ചാടിയപ്പോൾ അതാ പറഞ്ഞേ. ഗൈസ് എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ചൈന കനിയുടെ ഒക്കെ പരസ്യം കണ്ടോ കർണാടകയില്? നമ്മുടെ നാട്ടിലാണ് നോക്കുപോലും ചെയ്തത്. അല്ല, തെറ്റാണ്. അല്ല, ചൈന കനി, ഇവിടെ ഭീമല്, രജനീകാന്ത, ഇതിന്റെ ഒക്കെ പരസ്യങ്ങളാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ പരസ്യം ചെയ്യാൻ പോയിട്ട് ഇത് മേടിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ സംഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, സിഗരറ്റ് ആയിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, ചൈനക്കനായിട്ടെ, നിങ്ങൾ വേറെ എന്തിനടിച്ചാലും സിഗരറ്റിന് മാത്രം അഡിക്റ്റ് ആകരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സിഗരറ്റിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, നിക്കോട്ടിന് അടങ്ങിക്കഴിഞ്ഞാൽ ഊമ്പത്തേ ഉള്ളൂ. അതായത് ശരീരത്തിൽ അത് തന്നെ എങ്കിലും അടിച്ചാൽ എന്നാ പ്രശ്നം? റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാവില്ല.
ഉള്ള പെയിൻ കില്ലർ നിങ്ങൾ വേണേ അടിച്ചോ, ഒരു തൈര് റിസൾട്ട് ഉണ്ടാവില്ല. നിക്കോട്ടിനുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നേരത്ത് ശരീരം ഉണങ്ങൂല. അനസ്തേഷ്യ ചെയ്യുമ്പോൾ റിസ്ക് ആണ്. എങ്ങനെയാടി അനസ്തേഷ്യ ചെയ്യുമ്പോൾ റിസ്ക്. പെയിൻ കില്ലർ അടിച്ചു കഴിഞ്ഞാൽ അടിച്ച എഫക്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓപ്പറേഷന്റെ കോംപ്ലിക്കേഷൻസ് കൂടും. അനസ്തേഷ്യ ചെയ്തതിന് പിന്നെ റിക്കവർ എഴുന്നേക്കാനായിട്ടും പിന്നെ അതുപോലെ ഫിക്സ് അങ്ങനെ സാധനങ്ങൾ വേറെ ഒരു സാധനത്തിനും ഇങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ നിക്കോട്ടിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. നോക്ക്, കർണാടക കയറിയിട്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് നല്ല റോഡ് കിട്ടിയിട്ടുള്ളൂ. ഈ വണ്ടി ആയതുകൊണ്ടല്ല എന്നെ നടുവ് ഇപ്പൊ രണ്ടാം കൂടി എടുത്തിട്ട് കൊണ്ടുവന്നു. അല്ലടാ, ഇത് ഇതായതുകൊണ്ട് ഇത്രയും കടന്ന് കുലുങ്ങുന്നു. വേറെ ഏത് വണ്ടി ആയാലും ഇങ്ങനെ കുലുങ്ങത്തില്ല. കാരണം ഇത് അങ്ങനെ ഒരു സ്മൂത്ത്നെസ് ഡ്രൈവിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ വാഹനം അല്ലല്ലോ. അക്കോടെ സൂപ്പർ ആയനെ. പക്ഷെ അതിന്റെ അടി മൊത്തം നമ്മൾ ഇന്നിങ്ങനെ പിറക്കാൻ വേണ്ടി നിൽക്കേണ്ട വന്നാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ അടി ഒരയത്. ഐസ് നമ്മളുണ്ടല്ലോ ശരിക്കും പറയണ മൈസൂർ ലൊക്കേഷൻ അങ്ങോട്ട് പോയി. പക്ഷെ അങ്ങോട്ടല്ലായിരുന്നു കൊണ്ട് നമ്മൾ 10-22 കിലോമീറ്റർ മാറി ഓടി. ഞാൻ പറഞ്ഞില്ല തെറ്റ് പറ്റി. എനിക്ക് ഉറക്കമാണേലും മൈൻഡ് ഉണ്ട്. നമ്മൾ ഉറക്കമായിരുന്നു. നമ്മള് വന്ന വഴി അല്ലായിരുന്നത്, അങ്ങനെ ഉറക്കത്തിലായിരുന്നു. പക്ഷെ നമ്മൾ ആ വന്ന വഴിയില്ല, അവിടെ ഒക്കെ ഫുള്ള് കിടിലം കാഴ്ചകളായിരുന്നേ. പക്ഷെ ഈ റോഡിലൊന്നുമില്ല. എന്നാടാ, സന്ദർശിച്ചാലോ? ഈ പമ്പിൽ നീ സന്ദർശിച്ച മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. വേണ്ട, അവിടെ കുഴിക്കക്കൂസ് ഉണ്ടോന്ന് ഭാഗ്യ. പച്ചക്കറി തൂക്കി വരുന്നുണ്ടോ? അതായത് എല്ലാ കൃഷിപ്പാടത്തൊന്നും ഇതേപോലെ ആൾക്കാർ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവനെ പച്ചക്കറി ഇതെല്ലാരും എടുത്തിട്ട് തൂക്കി എടുക്കുക. അവനവന്റെ ആവശ്യത്തിനുള്ള സാധനം. അവനവന്റെ ആവശ്യത്തിനല്ല, അവര് സെയിൽ ചെയ്യുന്ന. അതന്നെ, അവനോട് ആവശ്യത്തിനുള്ള സാധനം അവരൊരു ഹോൾസെയിലായിട്ട് വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകണം. ഞങ്ങളെ വരുന്ന വഴിക്ക് വാഹനം നിർത്തി. ഇവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന ലിവിൻ പറഞ്ഞ്. കിട്ടിയാൽ മതിയായിരുന്നു. വെജിറ്റേറിയൻ അല്ലടാ? വെജിറ്റേറിയൻ. ഉള്ളത് കഴിക്കാം. ഇഡ്ഡലിയെങ്കിൽ ഇഡ്ഡലി ഇവിടുന്ന് കഴിച്ചിട്ട് പോകട്ടെ, അതായിരിക്കും നമുക്ക് നല്ലത്. അല്ലേ വിശന്ന് എന്തിനാ യാത്ര ചെയ്യുന്നത്? വരുന്നില്ലേ പുത്ര? വാ ഗൈസ്, എൻ്റെ മൈക്കിൾ പാവാ. അവനിപ്പോൾ ഉറക്ക ക്ഷീണത്തിലായതുകൊണ്ടാണ് ഇത്ര ഇത്. എന്തിയെ മമ്മി വരുന്നില്ല? വലിയിട്ടിലുണ്ട്, ചെറിയ ഇഡ്ഡലിയുണ്ട്. വലിയിട്ടില്ലേ? മൈക്കിൾ ഇപ്പോഴാ സന്തോഷം വന്നേ. മൈക്കിളെ എനിക്കിതാ. മൈക്കിൾ സന്തോഷം നോക്കിയേ. എനിക്ക് ഇഡ്ഡലി. എടാ മറ്റേ രാമേശ്വരം ഇഡ്ഡലി എന്ന് തോന്നുന്നു. ഗൈസ്, ഇതാ ഇവിടുത്തെ ഇഡ്ഡലി. ഇത് കൊള്ളാനുള്ള പരിപാടി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇഡ്ഡലി കഴിക്കുന്നത്. ഇത് രാമേശ്വരം ഇഡ്ഡലി അല്ലേ? കൊള്ളാം കേട്ടോ. ചട്നിയും കൊള്ളാം. സാമ്പാർ ഓക്കെ. പൊറോട്ട വേണോ? വരവാ കൊള്ളാട്ടോ. ലാസ്റ്റ് എല്ലാവർക്കും തീരുമാനങ്ങൾ മാറ്റി എൻ്റെ അതേ സാധനം മേടിക്കേണ്ടി വന്നു. ഇഡ്ഡലി. ഈ സാധനമാണ് ഫ്രഷ്. അതാണ് നല്ലത്. രാമേശ്വരം ഇഡ്ഡലി ടൈപ്പ്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കൊന്നും ഇത് കർണാടകയുടെ ട്രഡീഷണൽ സാധനം തോന്നുന്നു. അത് ഈ ഏരിയയുടെ ട്രഡീഷണൽ ആയിരിക്കും. കർണാടക ആയിരിക്കില്ല. രാമേശ്വരത്തിൽ ഇഷ്ടപ്പെട്ടില്ല. കടലായിരിക്കില്ലേ? ഇതിന് കടലുണ്ടോ? ഇല്ലല്ലോ. കടലുണ്ട്. ഒറ്റയടിക്ക് മൈക്കിൾ പാല് കിട്ടിയാ വെയിറ്റ് ചെയ്യാം. ഇത്രയും കഴിച്ചിട്ട് ആകെ 207 രൂപയായുള്ളൂ കേട്ടോ. അത്ഭുതപ്പെടുത്തി കളഞ്ഞ എന്നെ. കിടില ഫുഡ്. യെസ് യെസ്. അതേപോലെ സമയം ഇപ്പം അത്യാവശ്യം സമയമായി. അതായത് ഒരു സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 11:20 എന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥ നോക്കി ഒരുമാതിരി മങ്ങിയ കളർ. നാട്ടിൽ എത്ര മണി 2 മണിക്കൂർ എത്തുമോ? 2-3 മണിക്കൂർ എന്തായാലും വേണം. 3 മണിക്കൂർ എന്തായാലും വേണം. 3 മണിക്കൂർ എന്തായാലും വേണം. ഇതൊക്കെ ഞങ്ങൾ പോകുന്ന ഭാഗത്ത് വീടുകളാട്ടാ. ഇവിടെ പഴയ വീട് സെറ്റപ്പൊക്കെ ആയി. പാലക്കാടിൻ്റെ സെറ്റപ്പ് കണ്ടിട്ടില്ലേ? ആ ഒരു സെറ്റപ്പാണ്. അതേ വെയിൽ വന്നു. ഗൈസ് വെയിൽ വന്നു. അപ്പോൾ ഇവിടെ എന്തോ ഫോഗി കാലാവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നമുക്ക് നേരെ ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. അതായത് ഈ വശത്തോട്ട്. നമ്മൾ വന്നത് ഈ വശത്തു നിന്നാണെങ്കിലും പോകുന്നത് ഈ വശത്തോട്ട് കേട്ടോ. എന്നാ പ്രശ്നം? പോകണം. അവൻ ഓടി നടക്കണം, അതാണ് വിഷയം. മൈക്കിൾ കം. നിന്റെ അടുത്ത് ചെമ്മത്താൻ വന്നതും. ഗൈസ് ഇതേപോലെ ഇഷ്ടം പോലെ കച്ചി കൊണ്ട് പോകുന്ന ട്രാക്ടറുകളുണ്ടാവും കേട്ടോ പോകുന്ന വഴിക്ക്. ഈ സാധനം കൈ കൊണ്ട് വയ്ക്ക് ചെയ്തവനെ. മെഷീനല്ല. മെഷീനാണ് റൗണ്ട് ആയിരിക്കും കച്ചി. അതായത് റോളായിട്ട് ചുറ്റി വെച്ചാക്കും. ചിലപ്പോൾ നീ പറഞ്ഞ് ശരിയായിക്കോട്ടെ. അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആണോ? ആരാ പറഞ്ഞേ? ഇത് ഹസൻ റൂട്ടാ? അപ്പോൾ ഈ റൂട്ടിൽ കൂടെ അടിയാ ഞങ്ങൾ ബസ്സും കൊണ്ട് വരുന്നത്.
ഈ റൂട്ടിൽ കൂടെ ഞങ്ങൾ മറ്റേ ബോംബെ എന്നൊക്കെ വരുന്നത്. നിങ്ങൾ മറ്റേ റൂട്ടായിരിക്കുമല്ലോ. ഇല്ല ഫൈനലി ഞങ്ങള് ചെന്ന് പെടുന്നത് ഹസനിലാണ്. ഹസന്റെ ബമ്പും ചാടി ഞങ്ങൾ വീട്ടിലെത്തുക. ഓ ഇനിയിപ്പോ എന്തോരം ഹമ്പി കാണണം കർത്താവേ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കിടിലൻ കാഴ്ച. ഇറ്റ് ഈസ് വെരി അമേസിങ് ആൻഡ് വെരി ഫണ്ടാസ്റ്റിക്. ഇല്ല അപ്പാപ്പനോട് ചോദിച്ചോക്കെ, അപ്പം പറഞ്ഞുതരും എങ്ങനെ ഉണ്ടെന്ന്. കൈസ് നല്ലൊരു കാഴ്ച കണ്ടു. സംഭവം വേറൊന്നുമല്ല, നെല്ല് നിൽക്കുന്ന നോക്കിയേ, ഇത് വിളവെടുക്കാൻ തട്ടായിട്ട് നിൽക്കുന്ന നോക്കിയേ, എന്തൊരു രസം നോക്കി, ഗോൾഡൻ കളർ. എടാ ഇത് വിളവെടുക്കാൻ വേണ്ടി നീ പറഞ്ഞ പോലെ വിളവെടുക്കാൻ വേണ്ടി നിൽക്കുന്നതാടാ. അതുകൊണ്ടാണ് ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഷാഡോ നല്ല ലൈറ്റ്. ഷാഡോ അല്ല കുഞ്ഞെ, ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴൽ. അതിനല്ലേ ഇത് നിഴലല്ല, ഒരു ഗോൾഡൻ കളറാണ് ഇതിന്റെ അകത്ത് വരുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ നിർത്തിയ, കാരണം കുറെ എനിക്കൊരു കാര്യം പറയണേ, ഈ നെല്ല് ചെരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാശ് പോകും. നെല്ലിങ്ങനെ നേരെ നിൽക്കുമ്പോൾ മെഷീനും കൊണ്ട് വരാൻ നേരത്തെ അല്ലേ നീ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് മെഷീനും കൊണ്ട് വന്ന് കൊയ്യാൻ നേരത്തെ ഇതേപോലെ നിൽക്കണം, നല്ല രീതിയിൽ വിള കിട്ടുമെന്നാണ് പണ്ട് കാലത്ത് ആൾക്കാർ പറയുന്നു. പിന്നെ ഈയിടയ്ക്ക് വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടത് അല്ലടാ. അതെ, കാർഷിക വിജ്ഞാനം ലിപിൻ പറയുന്നത് അങ്ങനെയാണ് അല്ലേ ഗൈസ്. നമ്മുടെ ചെറുക്കൻകുട്ടി കിടക്കുന്ന കെട്ടപ്പുണ്ടോ ഗൈസ്, കിട്ടില്ല ലുക്കിലല്ലേ കിടക്കണേ. അവനെ കൊണ്ട് നമുക്ക് നേരെ 2 ട്രിപ്പ് അടിക്കണം, എന്നാലേ അതിൻ്റെ ഒരു കൊതിയും മതിയൊക്കെ മാറത്തുള്ളൂ. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ടാറ്റാ ടാറ്റാ. ഞങ്ങൾ പോയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമല്ലേ. ഞങ്ങൾ പോയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുവാ. മൈക്കിളിന്റെ സർക്കസ് ആണ്. നമുക്കേ പോവാ മൈക്കിളെ, പോവാ. നമുക്ക് 90 എത്രയാടാ, എത്ര ലിവിന് 97 കിലോമീറ്റർ 3 മണിക്കൂർ എന്തായാലും വേണം. നമുക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്തും. നോക്കിയേ പോകുന്ന വഴി മൊത്തം ഇങ്ങനത്തെ കാഴ്ചകളോടാ ലിവിനെ. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കാഴ്ച കാണാൻ പറ്റുമോ? ഇനി പാലക്കാട് പോകണം. അരെ ലിവിനെ, നമുക്കറിയില്ലാത്തോണ്ട് നമ്മുടെ അവിടെ നിന്ന് നേരെ മേലേക്ക് കർണാടക കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ കിട്ടിലും കാഴ്ചകളുണ്ട്. നമുക്ക് ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം ഇങ്ങോട്ട് പറഞ്ഞേ. യെസ്, ഇവരുടെ വീടുകൾ ഒരു പ്രത്യേക രസമായിട്ടാ കാണാൻ വേണ്ടി. പണ്ടൊക്കെ പണ്ട് നമ്മുടെ വീട് എങ്ങനെയാണ് ഒരു 30 കൊല്ലം മുന്നേ, അതേപോലെ എപ്പോഴും. അത് ചുടുകട്ടയാ മൊത്തം. എന്തൊരു രസം നോക്കിയാൽ കാണാൻ വേണ്ടി. ഇത് വില്ലേജ് ആട്ടാ ഇവനെ. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഓടുണ്ട് പകുതി, അതായത് സ്ട്രെച്ചർ ഇല്ലേ, സ്ട്രെച്ചർ വരെ ഓടിട്ട് കയറ്റിയിട്ടുണ്ട് ഇവിടെ. ഇത് രസം നോക്കിയാൽ കാണാൻ വേണ്ടി. ഗൈസ് ഞാനേ ഈ റൂട്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്, ഇതെല്ലാം രാത്രിയിലാണ്. അത് നമ്മളെന്ന് പറഞ്ഞാൽ ചറപറ പോക്കല്ലേ, ഒരു രീതിയിലുള്ള നിർത്തുന്നൊന്നുമില്ലല്ലോ. നമ്മൾ നേരത്തെ വീട്ടിലെത്തണം, കാരണം 3-4 മാസം കഴിഞ്ഞൊക്കെയാണല്ലോ ഈ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയാൽ എന്ത് രസം നോക്കിയാൽ കാണാൻ വേണ്ടി, അടിപൊളി. നീ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ പ്രത്യേകത ഇങ്ങനത്തെ ഇതൊക്കെ നോക്കണം. ഇത് നോക്ക്, ഈ റോഡിലോട്ട് നോക്ക്. ഇത് നോക്കിയേ, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീടുകൾ, പുതിയ ടൈപ്പ് വീടുകൾ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ പഴയ തനതായ വീടുകൾ അതേപോലെ നിലനിർത്തുന്നു. വീണ്ടും ഒരു സ്ഥലത്ത് വാഹനം നിർത്തി. അപ്പോൾ തൊട്ട് ബേക്കിൽ ഒരു ഭാരത് ബെൻസ് ചത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അസിസ്റ്റന്റ് വന്നാക്കുന്നുണ്ടല്ലേ, ചത്തു. റോട്ടിൽ ചത്തു കഴിഞ്ഞാൽ പിന്നെ കമ്പനി നാളെ വന്ന് ഈ സെൻസർ വണ്ടി ആയതുകൊണ്ടാട്ടോ ഈ വിഷയങ്ങൾ. ഞങ്ങളിവിടെ നിർത്താനുള്ള മെയിൻ കാരണം ഗൈസ്, അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ അധികം ആളുകൾ മീൻ വിൽക്കുന്നത് കണ്ടു. വളരെ കൗതുകം തോന്നി. അത് മാത്രമല്ല എല്ലാം പുഴമീനാണ്. അതുകൂടാതെ ഞങ്ങൾ ചെക്ക് ഡാമും കണ്ടു. ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എന്ത് ഞണ്ടല്ലേ ഇത്? ഞണ്ടാണോ? ഞണ്ട്. ഓ ജീവൻ ഇല്ലാത്തതാ. ആ പൂട്ടാനാ? പൂട്ടാം. പൂട്ടിയില്ലേ? 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 മൈക്കിളിനെല്ലാം അനങ്ങുന്നുണ്ടല്ലേ? ജീവനുള്ള ജീവനുള്ള കേട്ടോ. ഇത് പിലോപ്പി ഞണ്ട്. ഇതിന് ഇങ്ങനത്തെ ഞണ്ട്. ഇത് കരഞ്ഞണ്ട്. ഇതിനെന്നാ വില? ഇതിനെന്നാ വില? വേണ്ടേ? ആ സിലോപ്പി 100 രൂപ കിലോ. 100 രൂപയുള്ളൂ കിലോയ്ക്ക്. ഇത് കെ ജി 200 രൂപ ഞണ്ട്. നല്ല ഞണ്ടാണല്ലോ. കടമുണ്ടാവൂല എടാ അമ്മ പിലോപ്പി, അമ്മ നല്ല പിലോപ്പി കേട്ടോ. ഇത് കണ്ടോ ഇവരെ വാള ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പ് മീൻ. കണ്ണൂര് രണ്ടാമത്തെ ചോദ്യം അതാണല്ലോ. ഇതെല്ലാം മീനുകളാട്ടോ. എടാ ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടെന്റ് അടിച്ച് താമസിക്കുന്നവരാടാ ഇതിനെ. ഇവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മീൻ രാവിലെ പിടിച്ചിട്ട് വരും, വിൽക്കും, അങ്ങനെ ഒരു സംഭവം ഇത്. പക്ഷെ ഇതിനകത്ത് ചാകാത്ത മീനുണ്ട്, കുറെ ചാകാത്ത മീനും. ഇതിനകത്ത് പിലോപ്പി കിട്ടുവോ? ആ, ഞാൻ ആദ്യമായിട്ട് ഞണ്ട് കേൾക്കണേ. പിലോപ്പി എന്ന സാധനം ഈ
ഇതില്ലേ എന്നാ പറ്റിയ കൈ താങ്ങി കൈ താങ്ങി ഈ വളർത്തു മീനാ സാധനം. ഈ ലോകരാജ്യങ്ങളെല്ലാം ഈ സാധനം കുറേ പിടിച്ചിട്ട് കളയുന്ന മീനാണ്. നല്ല ഞണ്ട കേട്ടോ. ഈ ഞണ്ട ഇത് കൊള്ളൂല, ചത്തൊന്നും ഉണ്ടാവൂല. കഴമ്പുള്ള ഞണ്ട ഇത്. ഇത് വെള്ള ഞണ്ട. നല്ല ഞണ്ടായിട്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ലിബിൻ പറയുന്ന കൊള്ളൂല, അതിൻ്റെ ഉള്ളിൽ വെള്ളമാണ്. ഞങ്ങളെ ഇവിടെ നിർത്താനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. ഓ പിലോപ്പി ഇവിടെ വറുത്ത് സെറ്റപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് മേടിച്ച് വറുത്ത് കഴിക്കാം. പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ, സാധാരണ അങ്ങനെയൊക്കെ കാണണ്ട. ലിബിന ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കേ ഇങ്ങനെ തട്ടുതട്ടായിട്ട് വെള്ളം വീഴുന്നുണ്ടേ. അപ്പം ഞങ്ങൾ വണ്ടി നിർത്തി. നോക്കിയേ, ഇതാണ് സംഭവം കേട്ടോ. എന്താ രസം നോക്കി കാണാൻ വേണ്ടി. അതായത് ഇങ്ങനെ തട്ടായിട്ട് എനിക്കൊന്ന് ഇവിടെ നിന്നാണ് തോന്നുന്നത് ആൾക്കാർ മീൻ പിടിക്കുന്നത്. ഇത് തന്നെ സംഭവം. ഇഷ്ടം പോലെ മീനുണ്ട്. പിലോപ്പിയാടാ കൂടുതൽ. പിലോപ്പി കഴിച്ച് നോക്കി, ഇവിടെ ഞണ്ടും പിലോപ്പി ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രഷ് മീൻ വേണോ പിടിക്കുന്നത്? അത് വലയിട്ടിട്ടാ കേട്ടോ പിടിക്കണേ. വലയ്ക്കകത്ത് നിന്ന് ഒരു ഊരി എടുക്കുന്ന സംഭവം. അതായത് നമ്മൾ ഇത് കണ്ടോ, ഈ കാണുന്ന ഇതാണ് നമ്മുടെ റോഡിൻ്റെ സൈഡ്. ഈ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇത് കണ്ട ഈ കാണുന്ന ഇവിടെ ഈ ഒരു സംഭവം കണ്ടത്. അപ്പം ഞങ്ങൾ ഇത് ചെക്ക് ഡാമാണോ? പല സ്ഥലത്തുനിന്നും വെള്ളം കൊണ്ടുവരുന്നുണ്ടല്ലോ. ആശാന്റെ സ്വഭാവം മാറി കേട്ടോ. വെള്ളം കണ്ട് ഇറങ്ങണം. അബദ്ധം പറ്റിയതാണുള്ളത്. അമ്മ ഇറക്കാൻ പറ്റില്ല, വാ പൊക്കോ. ആശാന്റെ സ്വഭാവം മാറി. ആശാന്റെ വെള്ളത്തിൽ ഇറങ്ങണം. ആശാന്റെ ചിരിയൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനത് ഓർത്തില്ല കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറത്തില്ല ഈ കൊച്ച്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ കൊച്ചിന്. നമുക്കേ ഇതിലേ പോവാടാ. ഇതിലേ പോയിട്ട് അതിലേ വരാം. അപ്പുറത്തേ പോവാന്നാ. ഇവർ പല രീതിയിൽ ഇതിൻ്റെ അകത്ത് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഈ റൗണ്ടിലിരിക്കുന്ന പോലത്തെ സാധനമില്ലേ, വഞ്ചി. അതിനുള്ള വെള്ളം ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. വെള്ളം കൂടുമായിരിക്കും കൂടാ. ഇവരുടെ ഉപജീവന മാർഗ്ഗമേ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനത്തെ വീടുകളാണ് കേട്ടോ. ഇവരെ എനിക്ക് വന്നത് സീസൺ അനുസരിച്ച് ഓരോ സ്ഥലത്ത് മാറി മാറി ജീവിക്കുന്ന ടൈപ്പ് ആളുകളാണ്. നാടോടികളെ പോലെ മാറൂലേ? ഇവിടുന്ന് ഇത്ര മീൻ കിട്ടുന്നുണ്ട്, ഇവർ മാറൂല. ഇത് 10,000-2000 രൂപയുടെ പണി ഒരു ദിവസം ഇവർ എടുക്കും. ഓ ജീവനുണ്ട് അതിന്. ജീവനുണ്ട്. ഇത് ചീഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും സംഭവമാക്കി തരുമോ? 3 മണിക്കൂർ ചീഞ്ഞു മണിക്കൂർ പോകണം. ചാവൂല. ഇത് ഇടാനൊരു കവർ തരുവാ. ചാക്കോ അല്ലെ കൂടോ അല്ല കൂട്ടിലിട്ടിട്ട് സെറ്റപ്പ് ചെയ്ത് തരുമോ? ഇത് നോക്കണം. ഇതാണ് സാധനം. 350 രൂപയ്ക്ക് ഞാൻ സംഘടിപ്പിച്ചു. വാള അല്ല മുഷി. ഇതിന്റെ മൗന്ന് നോക്കടാ മൈക്കിള്. തൊടിപ്പിച്ചാക്കല്ലേ പണി കിട്ടും. ചാവൂലെന്ന് വീട് വരെ ചാകാതെ കിട്ടും കേട്ടോ. അതിലൗട്ടാ 3 മണിക്കൂർ ബേക്കിൽ മറ്റേ ഇതുണ്ടല്ലോ, അതിന്റെ ഷീറ്റ് ഉണ്ട്. സ്റ്റെപ്പിന്റെ ടയറിന്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ പറ്റും. അല്ലടാ മറ്റൊരു തട്ടുണ്ട്. നോ നോ നോ, ദിസ് ഈസ് വെരി ഡേഞ്ചർ. ചാടിപ്പോ നോക്കട്ടെ. അമ്മ പിടിക്കുന്നുണ്ടോ നോക്കണേ. ഇവനെല്ലാം കയറി പിടിക്കും ഗൈസ്. ഇതേ ഇവരാരും കഴിക്കുകയല്ല കേട്ടോ. ഇവള് കഴിക്കുകയല്ല, അമ്മ കഴിക്കുകയല്ല, ലിബിൻ കഴിക്കുകയല്ല. പൊളിഞ്ഞല്ലേ? പൊളിഞ്ഞു. കാറ്റടിക്കും ചെറുതായിട്ട് അങ്ങ് പൊങ്ങി. ഇന്നും കൂടെ ഉള്ളു ലാസ്റ്റ് കഴിഞ്ഞ് പോയ പാട് തന്നെ കിട്ടും കേട്ടോ. ഇട്ട് കഴിഞ്ഞ് പോയേക്കാം. എന്ത് ബാക്കി പരിപാടി. ഇതിവിടെ പിലോപ്പി അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാണാം 2 ചാക്കി ഇരുന്നുണ്ടോ? ഒരു 3 മണിക്കൂർ എടുക്കും. ആണോ? എത്ര മണിക്കൂർ ചാകാതിരിക്കും? കൊച്ചു പറയുന്നുണ്ടോ? പറഞ്ഞു മോനെ. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതെന്തായാലും ഇതിനകത്തിരിക്കട്ടെ. ഗൂഗിൾ പേ ഇല്ല. 2 കൂട് സംഘടിപ്പിച്ച 2 ചാക്ക് സംഘടിപ്പിച്ചു. പക്ഷെ ഞണ്ട് എനിക്ക് നല്ല വിശ്വാസമില്ല അത് കഴമ്പുണ്ടെന്ന്. നിങ്ങൾ പറയുന്ന വെറും വെള്ളമാണല്ലേ? വെള്ളക്കായ ഞണ്ടായിരിക്കും. അതിന് എവിടെയാ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ 2 പ്രാവശ്യം ഞെക്കിയാ കണ്ടോ തന്നെ തുറക്കും. പ്ലാസ്റ്റിക്കിന്റെ അടുത്ത് ബേക്കിലോട്ടെ AC കൂട്ടി വെക്ക്. അകത്തോട്ട് ഇറക്കുമോ? വേണ്ടല്ലേ? ബേക്കോട്ട് AC കൂട്ടി വെക്കണേ. അതിനാ മീൻ ചാവും. പറ്റേ ഇതല്ല ബെദ്ദൂല. ഇത് ചാവൂലെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഇതുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചോളൂ ഞക്കെ. അയ്യോ ഇവിടെയാ. ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ സാധനം താന്നേ അല്ല പൊങ്ങി. കൊച്ചിന് നല്ല കലിയാട്ടോ നിങ്ങൾ 2 പേരോടും. മീനും കൂടെ കഴിഞ്ഞിട്ടല്ലേ? നോക്കിയാ കാണിക്കുന്നത് നോക്കിയേ. മൈക്കിളെ എന്നെ ചുട്ടുമണി ഇങ്ങ് വന്ന്
ഇതാണ് മൈക്കിൾ. നിങ്ങളോട് 2 വാക്ക് മൈക്കിൾ സംസാരിക്കും. മൈക്കിൾ ഒരു പാവം കുട്ടിയാണ്. മൈക്കിൾ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞവരോട് മൈക്കിൾ ചിരിക്കും. പക്ഷെ മൈക്കിളിനെ ഇപ്പൊ എന്ത് പറ്റി? ഫുള്ള് ചോളം. ഈടോ ചോളമായി. ഇനി പറിച്ചാ മതി. ഈടോ ഇത് ഭയങ്കര രസമാണല്ലോ. ഇവിടെ എന്നൊക്കെ കൃഷിയാണല്ലോ ഇവനെ നമ്മുടെ ഈ തെങ്ങ്, ചോളം. അതാ ഈ കർണാടകയിൽ ഇല്ലാത്ത കൃഷി ഒന്നുമില്ല കേട്ടോ. ഫൈനലി നമ്മൾ മെയിൻ റോഡിലെത്തി. ഇവിടെയൊക്കെ പണി നടക്കുക കേട്ടോ. എല്ലായിടത്തും ഓരോന്നോരോന്നായിട്ട് ഓരോന്ന് പരിപാടി. അതായത് ഹൈവേയുടെ വീതി കൂടുതലും പരിപാടികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമ്മൾ കയറി കിട്ടില്ല പബ് കേട്ടോ. എടാ ലിവിനെ 6-7 വർഷം കഴിയുമ്പോഴേ നമ്മുടെ അതില് ഇത്രയും വലുപ്പത്തില് റോഡ് പോകും ആ ചുരത്തിന്റെ അകത്തൂടെ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അങ്ങനെയാകുമ്പോൾ വേറെ ഒന്നുമില്ല, മൾട്ടി ആക്സിൽ കണ്ടമാനം വരും. അല്ലെങ്കിൽ നമുക്ക് 2 എയർപോർട്ടിലോട്ട് പോകാൻ എളുപ്പമായില്ലേ. കണ്ണൂർ അടുത്ത് ഇവിടെ ഉള്ളവർ കണ്ണൂരിനെ ആശ്രയിക്കുന്നു, നമ്മൾ ബാംഗ്ലൂരിനെ ആശ്രയിക്കുന്നു. കാരണം യൂറോപ്പിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ളത് ബാംഗ്ലൂരിനാട്ടോ. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ചുരത്തിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നിസ്സാര ദൂരമേ ഉള്ളൂ നാട്ടിലേക്ക്. അതായത് കർണാടക ചുരത്തില്, മാക്കോട്ടൻ ചുരത്തില് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. എന്താ സംഭവം അറിയില്ല. അവിടെ എന്തോ വർക്ക് 2-3 സ്ഥലത്ത് വണ്ടികൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പല കംപ്ലൈന്റ് ആയിട്ട് കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. ഇനി അതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്താണ് നമ്മുടെ ചുരം റോഡ് ഈ 6 മാസത്തിനുള്ളിൽ ഫുള്ള് തീരുമാനമാവും. ഇവിടെയൊക്കെ വീതി കൂട്ടുപോട്ടോ, ഇവിടെയൊക്കെ മണ്ണ് കൊണ്ടിട്ടുണ്ട്. ഇവിടെ എയർപോർട്ട് റോഡ് തന്നെ അത് തന്നെ സംഭവം അല്ലേ, ഒരു വ്യത്യാസമില്ല. കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നിസ്സാര കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അതായത് ഈ കാണുന്ന റൂട്ടിൽ നിന്ന് നമ്മുടെ അങ്ങോട്ട്, അതായത് മെയിൻ ഹൈവേ ആട്ടോ. അതായത് ബാംഗ്ലൂർ തലശ്ശേരി റോഡാണ് ഈ റോഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ടേൺ ചെയ്ത് കയറണം. എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ ചെന്ന് കാണാം. അല്ലാതെ ഇവനെ മീൻ ചത്ത് കാണൂല. നാട്ടിലെത്തി. ലിവിന് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ കോണ്ടാക്ട് കഴിഞ്ഞു. ലാസ്റ്റ് ഇഞ്ചക്ഷൻ.